മർഹബ. നൈസ് അറബിക്കിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അറബി സംസാരത്തിലെ ഏറ്റവും മനോഹരമായ ഒരു പദത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മറ്റൊന്നുമല്ല, അബ്ശിർ. അറബികളുടെ സംസാരത്തിൽ കൂടുതലും കേൾക്കുന്ന ഒരു പദപ്രയോഗമാണ് ഇത്. അതിൻ്റെ അർത്ഥം തന്നെ ബി ഹാപ്പി, സന്തോഷവാനായിരിക്കുക അല്ലെങ്കിൽ സന്തോഷിക്കുക എന്നതാണ്. അൽ ബിഷാറ, സന്തോഷവാർത്ത എന്ന വാക്കിൽ നിന്നാണ് ഈ പദപ്രയോഗം വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം തന്നെ സന്തോഷവാർത്ത എന്നാണ്. സാധാരണഗതിയിൽ ഒരു ഗുഡ് ന്യൂസ്, ഹാപ്പി ന്യൂസ് വ്യാപാരികളും വ്യവസായ സ്ഥാപനങ്ങളും അതുപോലെയുള്ള പല സ്ഥാപനങ്ങളും ബാനറുകളൊക്കെ പ്രദർശിപ്പിക്കുമ്പോൾ, ഡിസ്കൗണ്ട് സെയില്, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും സന്തോഷവാർത്ത അറിയിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ തലക്കെട്ട് കൊടുക്കുന്നത് ബുഷ്റ സാറ എന്നാണ്. പലപ്പോഴും പല സ്ഥാപനങ്ങളിലും കാണാം. പ്രത്യേക ഓഫറിനെ കുറിച്ചോ പ്രത്യേക ഡിസ്കൗണ്ടിനെ കുറിച്ചൊക്കെ ബാനർ റെഡിയാക്കുമ്പോൾ അതിൻ്റെ ഒരു ശീർഷകം, ഒരു തലക്കെട്ട് കൊടുക്കുന്നത് ബുഷ്റ സാറ എന്നാണ്. ആ ബുഷ്റ എന്ന പദത്തിൽ നിന്നാണ് ഈ അബ്ശിർ എന്ന് വരുന്നത്. സാധാരണ അറബികൾ അവരുടെ സംസാരത്തിൽ പലപ്പോഴും ഈ പദപ്രയോഗം സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ തന്നെ ഈ സന്തോഷത്തെക്കുറിച്ച് അറബികൾ സൂചിപ്പിക്കാറുണ്ട്. ഉദാഹരണം, ഒരാളെ കണ്ടുമുട്ടുമ്പോൾ കൈഫൽ ഹാൽ, ഷഖ്ബാറക്, അസാഖ് തയ്യിബ് എന്നുള്ള പദപ്രയോഗങ്ങളൊക്കെ സർവ്വസാധാരണയാണ്. കൈഫൽ ഹാൽ, കൈഫ ഹാലക്, എന്താണ് വിശേഷങ്ങൾ, ഹൗ ആർ യു, ഷഖ്ബാറക്, എന്തൊക്കെയുണ്ട് വർത്തമാനങ്ങൾ. ഇങ്ങനെയുള്ള വാക്കുകളുടെ കൂടെ പറയുന്ന ഒരു പ്രയോഗമാണ് ബഷിർന അന്നക്, നിന്നെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കും. അത് ബഷിർന അങ്ക് എന്നും പറയാറുണ്ട്. ഒരു സ്ത്രീയോടാണെങ്കിൽ ബഷിരി അന്നക്കി എന്ന് പറയാറുണ്ട്. അതായത് നിങ്ങളെക്കുറിച്ചുള്ള നല്ല വാർത്ത, ഹാപ്പി ന്യൂസ് പറയൂ, അറിയിക്കൂ എന്നൊക്കെയാണ് അതിൻ്റെ നേരെ ചൊവ്വേ അർത്ഥം. അതുപോലെ തന്നെ അബ്ശിർ എന്ന പദം അറബികൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ഒരു വ്യക്തിയോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന നടത്തിയാൽ, ഒരു റിക്വസ്റ്റ് നടത്തിയാൽ അതിൻ്റെയൊക്കെ ഒരു പോസിറ്റീവ് റിപ്ലൈ, മറുപടിയായി കൊടുക്കുന്ന ഒരു പദപ്രയോഗമാണ് അബ്ശിർ എന്നത്. ഉദാഹരണം, നമ്മളെ കൂടെയുള്ള ഒരു സുഹൃത്തിനോട്, പുറത്തു പോകുന്ന ഒരു സുഹൃത്തിനോട് ചോദിക്കുകയാണ്, മുംകിൻ തജിബ്ലി ഫുത്തൂർ, മുംകിൻ ജിബ്ലി ഫുത്തൂർ, നീ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുമോ? സാധാരണ ഇപ്പോൾ ഓഫീസിലൊക്കെ അങ്ങനെ ചില സാഹചര്യങ്ങളുണ്ടാകും. ഞാൻ പുറത്തു പോവുകയാണ്, അല്ലെങ്കിൽ ഡ്രൈവർ പുറത്തു പോകുന്നു, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഡ്യൂട്ടിയുള്ള ആരെങ്കിലും പുറത്തു പോവുകയാണെങ്കിൽ അവരോട് ചോദിക്കുകയാണ്, മുംകിൻ തജിബ്ലി ഫുത്തൂർ, നീ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുമോ? അദ്ദേഹം അതെ എന്നോ അതല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരാം എന്നോ എന്ന പദത്തിലപ്പുറം, എന്ന പദത്തിൻ്റെ സ്ഥാനത്ത് സാധാരണ വളരെ മനോഹരമായി പറയുന്നൊരു പദമാണ് അബ്ശിർ, ബി ഹാപ്പി, സന്തോഷം അറിയിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ആ അബ്ശിർ എന്ന പദമാണ് അവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും അനുയോജ്യമായതുമായ പദം. മുംകിൻ ഗലമുഖ്, പേന കയ്യിലില്ല, തൊട്ടടുത്ത ആളെ പോക്കറ്റിൽ പേന ഉണ്ടെങ്കിൽ മുംകിൻ ഗലമുഖ് അബ്ശിർ എന്ന് പറഞ്ഞിട്ടാണ് ആ പേന എടുത്ത് കൊടുക്കുന്നത്. ഇനി ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയി, അവിടുത്തെ ഒരു സ്റ്റാഫ് മാനേജറോട് സാലറി ഇൻക്രീസ് ആവശ്യപ്പെടുകയാണ്. അതിങ്ങനെ ചോദിക്കാം, മുംകിൻ തസീദ് ലി റാത്തിബി, എനിക്ക് ശമ്പളം കൂട്ടിത്തരുമോ?
എന്നൊരു ചോദ്യം. അപ്പോൾ ആ മാനേജർ കൊടുക്കുന്ന മറുപടി അബ്ഷിർ, ഓക്കെ, ബി ഹാപ്പി എന്നാണ് അർത്ഥം. അതിലൊരു പോസിറ്റീവ് റിപ്ലൈ ഉണ്ട്. ഇങ്ങനെ ഈ അബ്ഷിർ എന്ന പദം അറബികൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അതിൻ്റെ അർത്ഥം ബി ഹാപ്പി എന്നും ഹാപ്പി ന്യൂസ് എന്നൊക്കെയാണ്. സന്തോഷിക്കുക. ആരെങ്കിലും നമ്മളോട് ഒരു സർവീസ് ആവശ്യപ്പെട്ടാൽ, ഒരു സേവനം ആവശ്യപ്പെട്ടാൽ, അതല്ലെങ്കിൽ റിക്വസ്റ്റ് നടത്തിയാൽ, അതിന് ഒറ്റ വാക്കിൽ അത് സ്വീകാര്യമാണ്, ഞാനത് ചെയ്യാം എന്ന് പറയുന്നതിന് കൊടുക്കാവുന്ന ഒരു ആലങ്കാരിക അനുയോജ്യമായ പദമാണ് അബ്ഷിർ.